ബെഡ്റൂമിൽ പോലും സ്വസ്ഥത കിട്ടില്ല ഈ കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ. നമ്മൾ പലപ്പോഴും കാണുന്ന കാര്യമാണ്, നമ്മൾ ബെഡ്റൂമിലൊക്കെ റിലാക്സ് ആയിട്ട് ഇങ്ങനെ മൊബൈലൊക്കെ തോണ്ടി കൊത്തിറക്കുന്ന സമയത്ത് അപ്പുറത്തെ ഒരാൾ ബാത്റൂം ഉപയോഗിക്കുമ്പോൾ അവിടെ വെള്ളം പോകുന്ന ശബ്ദവും കാര്യങ്ങളും ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. ഒന്നാമത്തെ കാരണം ഡയറക്റ്റ് ആയാലും നമുക്ക് ഈ റൂമിലോട്ട് വരുന്നത്. രണ്ടാമത്തെ കാരണം വെച്ചാൽ പൈപ്പിലൂടെ വരുന്നതാണ്. അത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ പൈപ്പുകളൊക്കെ വെച്ചിട്ട് ലോ നോയിസ് പൈപ്പുകൾ എടുക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ റിസോർട്ട് പ്രോജക്റ്റും ഹോട്ടൽ പ്രോജക്റ്റിലൊക്കെ, കാരണം വെച്ചാൽ മൾട്ടിപ്പിൾ പൈപ്പുകൾ പോകുന്നുണ്ടാവും. അപ്പൊ പക്ഷെ ഒരുപാട് നമ്മൾ ബാത്റൂം അല്ലെങ്കിൽ അപ്പുറത്തെ ബാത്റൂമിലൊക്കെ ആരെങ്കിലൊക്കെ യൂസ് ചെയ്യുന്ന ശബ്ദമൊക്കെ വരാറുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ജിപ്സം സീലിംഗിന്റെ ഉള്ളിൽ കൂടെ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലത്ത് കൂടെ അല്ലെങ്കിൽ ഓപ്പൺ ചുമരിന്റെ അപ്പുറത്ത് കൂടെ കൈകാർ പോകുന്നുണ്ടാവുക. നിങ്ങൾക്ക് പലപ്പോഴും കാണാൻ പറ്റും. ചിലപ്പോൾ എന്താ പറയാ, നമ്മളെ പാർക്കിംഗ് സ്പോട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളവിടെ നോക്കുമ്പോൾ എവിടുന്നൊക്കെ ഒച്ചകൾ ഉണ്ടാവും വെള്ളം പോകുന്നത്. നമ്മൾ തലന്റെ മേലെ കൂടെ പോകുന്ന പൈപ്പുകളാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം പൈപ്പ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ഇങ്ങനത്തെ എന്താ പറയാ പ്രധാനപ്പെട്ട പാർക്കിംഗ് സ്പോട്ടൊക്കെ പോട്ടെ നിൽക്കാം നമുക്ക്. പക്ഷെ ബെഡ്റൂം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അത്രയും പ്രൈവസി അല്ലെങ്കിൽ അത്രയും റിലാക്സേഷൻ വേണ്ട സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് നല്ല ഈ പറഞ്ഞ ലോ നോയിസ് പൈപ്പുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ അടുത്ത പ്രോജക്റ്റിൽ നിങ്ങൾ ഇതൊന്ന് പരിഗണിക്കുക. നിങ്ങൾക്ക് അത്രയും പ്രധാനപ്പെട്ട നമുക്ക് അത്രയും സമാധാനം വേണ്ട സ്ഥലങ്ങളിലൊക്കെ ലോ നോയിസ് പൈപ്പുകൾ തന്നെ സെലക്ട് ചെയ്യുക. ഞങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, HVAC ഇതിന്റെ ഡിസൈനിങ് കൺസൾട്ടിംഗ് ആണ്, MEP കൺസൾട്ടൻസ് ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യുക. താങ്ക് യു.